ഇന്ന് ഇന്ത്യയിലെ വിഭജന ദിനമാണ്. 1947 ഓഗസ്റ്റ് 14 തീയതിയാണ് ആർക്കും അറിയാത്ത വിഭജന ദിനം നടന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടാകുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ അതിന്റെ തലേ ദിവസം ഇന്ത്യയിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ രാജ്യം. ആ പാകിസ്ഥാൻ ഉണ്ടാക്കിയത് മുഹമ്മദ് അലി ജിന്ന നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗാണ് ഇങ്ങനെ ഒരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ആ ആവശ്യം അനുസരിച്ചാണ് അങ്ങനെ ഒരു രാജ്യം ഉണ്ടായത്. ആദ്യം തന്നെ പറയാമല്ലോ, കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും, അതായത് നമ്മുടെ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും എല്ലാം ഈ ഒരു രാജ്യം വേണമെന്ന ഇവരുടെ ആവശ്യത്തെ നിരാകരിച്ചിരുന്നു. പക്ഷെ പിന്നീട് ആ നിരാകരണം അവർക്ക് നടപ്പാക്കേണ്ടി വന്നു. അതെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു രക്തകലുഷിതമായ ഒരു രംഗം തന്നെയായിരുന്നു പിന്നീട് അവിടെ ഉണ്ടായത്. 1937 പ്രവിശ്യ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ പല പ്രവിശ്യകളും കോൺഗ്രസിന്റെ മന്ത്രിസഭകൾ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിംസ് മാത്രമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിംസിന്റെ സ്വാധീനം എത്രത്തോളം ഉൾപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം ഇവർക്ക് ലഭിച്ചില്ലാത്ത ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രാജ്യം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. 1940 മാർച്ച് 23 ലാഹോറിലെ മുസ്ലിം ലീഗിന്റെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിലാണ് ഒരു റെസൊല്യൂഷൻ അവതരിപ്പിച്ചത്. ആ റെസൊല്യൂഷൻ അവതരിപ്പിച്ച മറ്റാരുമല്ല, AK ഫസ്ലുൽ ഹക്ക് ആണ്. അദ്ദേഹം ആ ഒരു റെസൊല്യൂഷൻ അവതരിപ്പിച്ച അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതാണ്: മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള വടക്കു പടിഞ്ഞാറൻ കിഴക്കൻ പ്രദേശങ്ങളെ ചേർത്ത് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ആക്കി ആ സ്റ്റേറ്റ്സിന്റെ പരമാധികാരം മുസ്ലിംസിന് മാത്രമായിരിക്കണം എന്നാണ് ആ ഒരു റെസൊല്യൂഷനിൽ ഉണ്ടായിരുന്നത്. ഈ റെസൊല്യൂഷൻ പിൽക്കാലത്ത് അറിയപ്പെട്ടത് പാകിസ്ഥാൻ റെസൊല്യൂഷൻ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇന്ത്യയെ വെട്ടിമുറിക്കാനായിട്ട് ഇവർ പരസ്പരം നേരത്തെ അണിയറയിൽ പണികൾ നടത്തിയിരുന്നു എന്നതിന്റെ സൂചനയാണിത്. കാരണം മുസ്ലിംസിന് മാത്രമായിട്ടുള്ള ഒരു രാജ്യം വേണം, അപ്പോൾ ഇന്ത്യ ഹിന്ദു രാജ്യമാണെന്ന് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതിന് ശേഷമാണ് 1940 റെസൊല്യൂഷനിൽ പാകിസ്ഥാൻ എന്ന വാക്ക് തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് പിൽക്കാലത്ത് പാകിസ്ഥാൻ റെസൊല്യൂഷൻ എന്ന് വരികയായിരുന്നു. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ മുഹമ്മദ് അലി ജിന്ന ചൂസ് ചെയ്ത ഒരു ഭാഗമുണ്ടായിരുന്നു. അതായത് 2 നേഷൻസ് എന്ന രീതിയായിരുന്നു അദ്ദേഹം വച്ചിരുന്നത്. നമുക്ക് ബ്രിട്ടീഷുകാരുടെ റൂൾസ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ പോലെ ഈ ജിന്ന കൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് ഈ 2 നേഷൻസ്. അതായത് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വിഭാഗീയതയായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഒരിക്കലും ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ച കാരണങ്ങൾ. കാരണം പരസ്പരം രണ്ട് വിശ്വാസങ്ങളാണ്. ആ വിശ്വാസത്തിന് പുറത്തുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം രണ്ടാണ്. അങ്ങനെയുള്ളപ്പോൾ പരസ്പരം അവർക്ക് ഒരുമിച്ച് ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും ഒരു മോചനം എന്ന രീതിക്ക് അല്ലെങ്കിൽ പ്രത്യേക ഒരു രാജ്യം വേണമെന്ന രീതിക്ക് തന്നെയാണ് മുഹമ്മദ് അലി ജിന്ന ഇത് അവതരിപ്പിച്ചത്. പക്ഷെ തുടർകാലത്തിൽ ആദ്യത്തെ കാലങ്ങളിലെല്ലാം ഈ അവകാശവാദം ഉന്നയിച്ചപ്പോൾ കോൺഗ്രസിന്റെ തലതൊട്ടപ്പന്മാരായ പല ആളുകളും അതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയും ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു എല്ലാം ഇവർക്ക് എതിര് തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ ഉൾപ്പെടെയുള്ള, അതായത് പഞ്ചാബ്, കേരളവും പഞ്ചാബും അതേപോലെ ബംഗാൾ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇവർ കാട്ടിക്കൂട്ടിയ കുറച്ച് കാട്ടായങ്ങളുണ്ട്. അതായത് അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, വീടിന് തീ വെക്കുക, അതുപോലെ ആളുകളെ കൊല്ലുക, കൊലപാതകങ്ങൾ ചെയ്യുക, നിഷ്ഠൂരമായിട്ട് കൊല്ലുക, അങ്ങനെയുള്ള പല വർഗീയ ലഹളകൾ ഇവരുണ്ടാക്കി ഇവർക്ക് ഇവിടെ ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന വിധത്തിലാണ് പിന്നീട് അങ്ങോട്ട് ഇന്ത്യ കണ്ടത്. അങ്ങനെ അവസാനം ഒരു തീരുമാനത്തിലെത്തുകയാണ് ചെയ്തത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവും അതുപോലെ കോൺഗ്രസിലെ പല നേതാക്കളും ഗാന്ധിജിയും എല്ലാം തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, കാരണം ഇവർ ഇന്ത്യയിൽ നിന്നും ഇവർ ആഗ്രഹിച്ച പോലെ ഒരു പ്രത്യേക രാജ്യമായിട്ട് അങ്ങ് പോകട്ടെ എന്ന്. അങ്ങനെ പോയാൽ ഇവർ സമാധാനത്തോടെ ആകുന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് സമാധാനം കിട്ടും, അവർക്കും സമാധാനം കിട്ടും, അപ്പൊ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാവർക്കും സമാധാനം. ആ ഒരു രീതിയിലാണ് നമ്മുടെ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസുകാരെല്ലാം ഇതിന് മുൻകൈ എടുത്തത്. പക്ഷേ ഇത് നടപ്പാക്കിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ അവസാനത്തെ വൈസ്രോയായ മൗണ്ട് ബാറ്റൺ ആണ് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയത്. 1947 ജൂൺ 3 കോൺഗ്രസിലെ നേതാക്കന്മാരും മുസ്ലിം ലീഗിലെ നേതാക്കന്മാരും മൗണ്ട് ബാറ്റൺ പ്രഭുവും എല്ലാം കൂടി ഒരു സമ്മേളനം നടത്തി. ഈ സമ്മേളനത്തിലാണ് മുഹമ്മദ് അലി ജിന്ന ഉറപ്പിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം, അല്ലാതെ ഞങ്ങൾ ഇതിന് ഒരടി പിന്നോട്ട് മാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ തയ്യാറായി. ഒരു വിഭജന ദിനത്തിന് നമ്മൾ മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. മറ്റൊരു പേരും കൂടി ഇതിനുണ്ടായിരുന്നു. അങ്ങനെ 1947 ഓഗസ്റ്റ് 14 ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായി. അങ്ങനെ ആ രാജ്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് തീർത്തും ഒരു മതരാജ്യമാണ്. മുസ്ലിംസിന് മാത്രം അവകാശപ്പെട്ട, മുസ്ലിംസ് മാത്രം അധീനതയിലുള്ള രാജ്യമാണ്. ഏകദേശം 20 കോടിയോളം
ആളുകൾ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും പലായനം ചെയ്തിട്ടുണ്ട്. അതായത് കുടിയേറ്റക്കാരായിട്ടുണ്ട്. ഇത്രയും നാൾ ഇവിടെ ജീവിച്ചു വന്ന, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആകുന്നതിന് മുന്നേ എല്ലാം ഇന്ത്യയുടെ ഭാഗം തന്നെയായിരുന്നു. അവിടെ ജീവിച്ചു വന്ന പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്തു. ഈ പലായനം ചെയ്തതിൽ എത്ര പേരാണ് മരണപ്പെട്ടത്? എത്ര സ്ത്രീകളാണ് ബലാത്സംഗത്തിന് ഇരയായത്? എത്ര കുട്ടികളെയാണ് ഇവർ കൊടൂരമായിട്ട് റീപ്പ് ചെയ്തത്? അതുപോലെ പല പല സംഭവങ്ങളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു ദിനം കൂടിയായിരുന്നു അന്ന്. ഇന്ത്യയിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് പോയ ദിവസവും ഇവിടുന്ന് ആൾക്കാർ കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വർഷം ഇവിടെ സ്വന്തം സഹോദരങ്ങളെ പോലെ, സ്വന്തം അയൽക്കാരെ പോലെ ഒരുമിച്ച് ജീവിച്ച് ഒറ്റ സുപ്രഭാതത്തിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുടിയിറക്കപ്പെടുക. അതായത് ഇവിടുത്തെ മുസ്ലിങ്ങൾ അങ്ങോട്ടേക്ക് കുടിയിറക്കപ്പെടുക, അവിടുത്തെ ഹിന്ദുക്കൾ ഇങ്ങോട്ട് വരിക. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇത്രയും നാൾ നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാരിൽ നമ്മൾ പെട്ടെന്ന് പാകിസ്ഥാൻകാരായതിന്റെ ഒരു അവസ്ഥ അത് അനുഭവിച്ചവർക്ക് മാത്രം അറിയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അതായത് അതിർത്തി പങ്കിടുന്ന പല സംസ്ഥാനങ്ങളും വളരെ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായി. കിട്ടിയ ട്രെയിനിലെല്ലാം ഇവർ കഷ്ടപ്പെട്ട് എത്താൻ നോക്കുകയാണ് ചെയ്തത്. തിങ്ങി നിറങ്ങിയുള്ള ട്രെയിനുകളാണ് എത്തിയത്. പലരും ലക്ഷ്യസ്ഥാനത്ത് എത്താതെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. 2021 ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് വിഭജന ദിനം അതൊരു ഓർമ്മ ദിനമായിട്ട് നമ്മൾ ആചരിക്കണം. കാരണം നമ്മൾ സ്വാതന്ത്ര്യ ദിനം എല്ലാ വർഷവും നമ്മൾ കൊണ്ടാടി ആഘോഷിക്കാറുണ്ട്. അതേപോലെ തന്നെ അതിന്റെ തലേ ദിവസം നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. കാരണം അതിനു മുന്നേ ഇന്ത്യ പാകിസ്ഥാൻ വിഭജിക്കുന്നതിന് മുമ്പേ നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്. വിഭജിച്ച ശേഷമാണ് നമ്മുടെ ശത്രു രാജ്യമായി പാകിസ്ഥാൻ മാറിയത്. പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ മാറിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇന്ത്യയിലെ പല ആളുകളും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പല ആളുകളും, കേരളത്തിലെ ആളുകളെല്ലാം പാകിസ്ഥാനോട് കൂറു പുലർത്തുന്ന, മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാനികൾ ഇന്നും ഇവിടെയുണ്ട്. അവരാണ് നമ്മുടെ ശാപം എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് 80 വർഷത്തോളമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ 80 വർഷത്തോളം പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായിട്ടും പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അഹോരാത്രം അവർ ജയിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന പല ആളുകളുടെ കൂടെയാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇപ്പോൾ ജീവിക്കുന്ന ഇന്ത്യക്കാരിൽ എത്ര പേരാണ് പാകിസ്ഥാനോട് കൂടുള്ളവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഇന്ത്യക്കാരുടെ കൂടുള്ളവരെക്കാൾ കൂടുതലായിരിക്കും പാകിസ്ഥാനോട് കൂടുള്ള ആളുകളുടെ എണ്ണം. അത്രത്തോളം നമ്മുടെ ഇന്ത്യക്കാര് പല രീതിയിലും അധപതിച്ചു പോയിരിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ്, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് അത് പ്രൊപ്പഗണ്ടയാണ്, ഇത് പ്രൊപ്പഗണ്ടയാണ്, അത് പ്രൊപ്പഗണ്ടയാണ്. 1947 ശേഷം എന്തോരം യുദ്ധമാണ് പാകിസ്ഥാൻ നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. അവർക്ക് ശക്തമായിട്ട് തിരിച്ചടി കൊടുത്തത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറി വന്ന ശേഷമാണ് ഒരു തിരിച്ചടി എന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുക. കാരണം അതിൽ ഉദാഹരണ സഹിതം നമുക്ക് പറയുകയാണെങ്കിൽ 2008 മുംബൈ അറ്റാക്ക് നടന്നു കഴിഞ്ഞപ്പോൾ അന്ന് പ്രതികരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് റിയാക്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററായ ചിദംബരത്തിന്റെ വാക്കുകളാണ് 2025 വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ട് 2025 ചിദംബരം ഒരു മാധ്യമത്തിന് മുന്നിൽ അദ്ദേഹം മനസ്സ് തുറന്നു പറഞ്ഞത്. അമേരിക്കക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സോണിയാഗാന്ധിയാണ് തിരിച്ച് റിയാക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം 2026 നമ്മൾ വലിയൊരു ന്യൂസ് കേട്ടിരുന്നു. കോൺഗ്രസ്സുകാരും ISIS പ്രവർത്തകരും കൂടിയിട്ടാണ് മുംബൈ അറ്റാക്ക് പ്ലാൻ ചെയ്തതെന്ന ഒരു വാർത്തയും കേട്ടു. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ്. കാരണം ഇന്ത്യയില നമുക്കറിയാം, കോൺഗ്രസ്സുമാരെ എത്ര വർഷത്തോളമാണ് കോൺഗ്രസ് ഇവിടെ ഭരിച്ചിരുന്നത്, ഇന്ത്യ ഭരിച്ചിരുന്നത്. ഇപ്പോൾ ആ ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടിക്ക് ഒരു സീറ്റ് വളരെ വളരെ ചുരുങ്ങി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇവരൊക്കെ പ്രീണന രാഷ്ട്രീയം നടത്തിയതിന്റെ ഫലം തന്നെയാണ്. എല്ലായിടത്തും കോൺഗ്രസിന്റെ കൊടി പാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോൺഗ്രസിന്റെ കൊടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വല്ല 3-4 സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയിരിക്കുന്നു. ഇത്രയും നാൾ ഇന്ത്യ ഭരിച്ച് മുടിച്ച കോൺഗ്രസിനെ ഇപ്പോൾ ജനങ്ങൾ തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട്? ഒറ്റുകാരുടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് മാത്രമാണോ? അല്ല, ഒറ്റുകാർക്ക് കൂടെ നിന്ന് അവർക്ക് വളക്കൂറുള്ള മണ്ണ് ഇന്ത്യ ആക്കി കൊടുത്തതിലും നല്ലൊരു പങ്ക് കോൺഗ്രസ്സുകാർക്ക് തന്നെയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തില്. ഇനി കേരളമാണ് അടുത്ത പാകിസ്ഥാൻ ആകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും നിരാകരിക്കാൻ പറ്റുകയില്ല. കാരണം കേരളത്തില് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വാർത്തയുണ്ടായിരുന്നു. തിരുനാവായയില് നമ്മുടെ 2026 ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ കുംഭമേള പോലെ കേരളത്തിൽ സമാനമായ രീതിയിൽ നടക്കുന്ന മാഘ മഹോത്സവത്തിൽ, തിരുനാവായയിൽ നടന്ന മഹോത്സവത്തിൽ അവിടെ സ്ഫോടനം നടത്താനായിട്ടാണ് പദ്ധതി ഇട്ടതെന്നാണ് അറിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇവിടെ
ഒരു പദ്ധതി ഇടുക എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് വിശ്വാസികൾ വരുന്നതാണ്, കുട്ടികൾ വരുന്നതാണ്, വൃദ്ധന്മാർ വരുന്നതാണ്, സ്ത്രീകൾ വരുന്നതാണ്, പുരുഷന്മാർ വരുന്നതാണ്, ഗർഭിണികൾ വരുന്നതാണ്, അവശരായ പല ആളുകളും വരുന്നതാണ്. ഈ ഹിന്ദുക്കൾ മാത്രമല്ല അവിടെ വരുന്ന പല നാനാ മതത്തിലെ ആളുകളും ആ മഹോത്സവം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അവരെല്ലാം ലക്ഷ്യമിട്ട് അവർ ചാകാൻ വേണ്ടി, പൊട്ടിത്തെറിച്ച് ചാകാൻ വേണ്ടി, അവരുടെ മക്കളെയും കുട്ടികളെയും അച്ഛന്മാരെയൊക്കെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ അതിനേക്കാൾ അപലപിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിൽ നിന്ന് ജീവിച്ചു വന്നെന്ന് അറിയുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഓർത്ത് പുച്ഛിക്കുന്ന സമയം വരികയാണ്. കാരണം ഇന്ത്യയിലെ ശത്രു ഇന്ത്യയിലെ ആൾക്കാർ തന്നെയാണ്.